dears, welcome back to Mr. and Mrs.Chef channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് കേക്ക് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവയാണ്. ഒരു 3 ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്ത് കളഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിന് റൂം ടെമ്പറേച്ചറിൽ 3 മുട്ട എടുക്കാം. 2.5 കപ്പ്, അതായത് ഞാൻ ഈ ഒരു മെഷറിംഗ് കപ്പാണ് എടുക്കുന്നത്. ഇങ്ങനെ 2.5 കപ്പ് മൈദ എടുക്കാം. പിന്നെ നമുക്ക് 1.5 കപ്പ് പഞ്ചസാര വേണം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് പാല്, ഒരു 3 ഡേറ്റ്സ്, പിന്നെ ഒരു ടീസ്പൂണോ കുറച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് അളവിൽ കുറച്ച് റേസിൻസ് എടുക്കാം. പിന്നെ നമുക്കൊരു ടീസ്പൂൺ വാനില എസൻസ് വേണം. അതുപോലെ നമുക്കൊരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇന്നത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതായത് നമ്മുടെ മൈദയും പഞ്ചസാരയൊക്കെ നമുക്ക് ഒരരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് അതൊന്ന് അരിക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് അരിച്ചെടുക്കാം. ഇനി ഈ അരിച്ചെടുത്ത പൊടികളെല്ലാം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇതിൽ നിന്ന് ഞാൻ ഒരു ഇച്ചിരി പൊടിയെടുത്ത് നമ്മൾ റേസിൻസിനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് ഈ റേസിൻസ് അങ്ങ് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വച്ചിരിക്കുന്ന വാനില എസൻസിന് 1 ടീസ്പൂണോളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് നല്ല ഫ്ലഫി ആവുന്ന പോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അടിച്ചെടുത്ത ആ മുട്ടയിലേക്ക് നമുക്കിനി സൺഫ്ലവർ ഓയിലും അതുപോലെ ബട്ടറും ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും അതുപോലെ ക്യാരറ്റ് കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ മിക്സിയിൽ എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ്ചർ നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മിക്സ്ചറിൻ്റെ കൺസിസ്റ്റൻസി ഇച്ചിരി തിക്കായി പോയി തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി പാലൊഴിച്ചിട്ടൊന്ന് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കേക്കിനുള്ള മിക്സ്ചർ
ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കും മുമ്പ് നമ്മൾ നേരത്തെ മൈദ കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ബേക്കിംഗ് ട്രേ എടുക്കാം. അത് ബട്ടറൊക്കെ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ അകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചെടുക്കുക. ഈ സമയം തന്നെ നമുക്ക് നിങ്ങൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 180 ഡിഗ്രി 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഞാനിപ്പോൾ ഇവിടെ OTG ഓവനിലാണ് വെക്കുന്നത്. അവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ട്രേയിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ട്രേയിലേക്ക് ഈ കേക്ക് ബാറ്റർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് ഞാൻ നമ്മുടെ കേക്ക് ബാറ്റർ വച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു അരമണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഓവൻ്റെ ഇതൊക്കെ അനുസരിച്ച് ടൈമിംഗ് അനുസരിച്ച് അതനുസരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.